വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ PNC MAKയുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് നിങ്ങൾ ഒരുപാട് ഡൗട്ട്സ് ചോദിച്ചിരുന്നു. ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്ന Q&A സെക്ഷൻ വീഡിയോയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, കിട്ടാത്ത കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതുപോലെ കിട്ടിയ കോളേജിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള വിശദമായ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ടാകും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ഈ ഇൻഫർമേഷൻസ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫസ്റ്റ് PNC MAKയില് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികളെ പറ്റി പറയാം. ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു 426 മാർക്കുള്ള ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് വരെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിച്ചിട്ടുണ്ട്. ലാസ്റ്റ് 426 മാർക്ക് കിട്ടിയിരിക്കുന്ന കോളേജ് എന്ന് പറയുന്നത് ലക്ഷ്മി മേഘം കോളേജാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കണം. ടോക്കൺ ഫീസ് എന്ന് പറയുന്നത് 10,000 റുപ്പീസ് ആണ് വരുന്നത്. ടോക്കൺ ഫീസ് അടയ്ക്കാത്ത കുട്ടികളെ നെക്സ്റ്റ് അലോട്ട്മെന്റിലേക്ക് പങ്കെടുപ്പിക്കുകയില്ല എന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ടോക്കൺ ഫീസ് അടയ്ക്കാനുള്ള അവസാന ദിവസം എന്ന് പറയുന്നത് ഇന്നായിരുന്നു. അതായത് സെപ്റ്റംബർ 9 5 മണി വരെ ആയിരുന്നു ടോക്കൺ ഫീ അടയ്ക്കാനുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ടോക്കൺ ഫീസ് അടച്ച് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെയും ടോക്കൺ ഫീ അടയ്ക്കാത്ത കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയ അലോട്ട്മെന്റ് അവിടെ ക്യാൻസൽ ആയി പോയി എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് മുന്നോട്ട് PNC MAKയിലെ മറ്റ് അലോട്ട്മെന്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുകയും ഇല്ല. ഇനി അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ ടോക്കൺ ഫീസ് 10,000 റുപ്പീസ് ഓൾറെഡി അടച്ചു കഴിഞ്ഞു. അടച്ച കുട്ടികൾ ചെയ്യേണ്ടത് സെപ്റ്റംബർ 10 അതായത് നാളെ 5 മണിക്ക് മുന്നേ ആയിട്ട് ഡയറക്റ്റ് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കണം. അപ്പോൾ നിങ്ങൾ പോകേണ്ട സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്നതെല്ലാം PNC MAKയുടെ വെബ്സൈറ്റിലെ പ്രോസ്പെക്ടസിലുണ്ട്. അതുപോലെ നമ്മൾ അതൊക്കെ ഓൾറെഡി വീഡിയോസ് ചെയ്ത കാര്യവുമാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ 10,000 റുപ്പീസ് ടോക്കൺ ഫീസ് അടയ്ക്കുക. ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം നാളെ 5 മണിക്ക് മുന്നേ ആയിട്ട് ഡയറക്റ്റ് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കണം. അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾക്ക് ആ സീറ്റ് ക്യാൻസൽ ആയി പോകുന്നതാണ്. അതുപോലെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുകയുമില്ല. അതായത് PNC MAKയിലെ പ്രത്യേകത നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. PNC MAK AMCS FNCK അസോസിയേഷന്റെ പ്രോസസ്സ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് PNC MAKയുടേതും AMCS FNCKയുടേതും ഞാൻ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് വീഡിയോസ് മാത്രമേ ചെയ്യാറുള്ളൂ. പല കുട്ടികളും ഡൗട്ട് ചോദിച്ചത് PNC MAKയുടെ വീഡിയോയുടെ താഴെ AMCS FNCKയുടെ പ്രോസസ്സിങ് കാര്യങ്ങളാണ് വന്ന് ഡൗട്ട് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് പല കുട്ടികളും ഈ രണ്ട് രീതിയിലുള്ള പ്രോസസ്സിങ് മനസ്സിലാക്കുന്നില്ല. അത് നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോസ് കാണാത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടി വീഡിയോസ് കാണാത്തത് കൊണ്ടാകാം. അപ്പോൾ PNC MAKയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ കിട്ടിയ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ മുന്നോട്ട് നിങ്ങൾക്ക് അലോട്ട്മെന്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ജോയിൻ ചെയ്ത് ഈ അലോട്ട്മെന്റ് പ്രോസസ്സിംഗ് സ്റ്റോപ്പായി PNC MAKയിൽ നിന്നും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇവിടെ ക്യാൻസൽ ആയി പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങൾക്ക് അടുത്തൊരു കോളേജിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഇപ്പോൾ ടോക്കൺ ഫീ അടയ്ക്കുക, അഡ്മിഷൻ എടുക്കാതിരിക്കുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ സീറ്റ് ക്യാൻസൽ ആകും. അതിനി നെക്സ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയാലും ക്യാൻസൽ ആകും, നെക്സ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് അവിടെ സീറ്റ് ക്യാൻസൽ ആകും. അപ്പോൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുക്കണമോ വേണ്ടയോ, മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനമെടുക്കുക. കുട്ടികളും ചോദിച്ചതാണ് അഡ്മിഷൻ എടുക്കാതെ ടോക്കൺ ഫീ മാത്രം അടച്ച് മുന്നോട്ട് പങ്കെടുക്കാൻ പറ്റുമോ PNC MAKയിൽ? അതിനുത്തരം പറ്റും. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയ കോളേജ് അവിടെ ക്യാൻസൽ ആയി പോകും. ഇനി നെക്സ്റ്റ് അലോട്ട്മെന്റിന് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയാൽ ആ കോളേജിലേക്ക് പോകാം, ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അവിടെ അഡ്മിഷൻ എടുക്കാം. ഇനി അലോട്ട്മെന്റ് കിട്ടിയില്ലെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ കോളേജിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല, അതവിടെ ക്യാൻസൽ ആയി പോകും എന്നത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ സെക്കൻഡ് ആൻഡ് തേർഡ് അലോട്ട്മെന്റിന്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ നമ്മുടെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി വീഡിയോസ് ആയിട്ട് ചെയ്തതുമാണ്. അതുപോലെ പ്രഡിക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. 2024-23 ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് അനുസരിച്ച് കിട്ടിയ പ്രഡിക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വർഷം കിട്ടാനുള്ള ചാൻസ് പ്രഡിക്ഷൻ വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം PNC MAKയുടെ അലോട്ട്മെന്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക.
അപ്പോൾ ഇനി അഡ്മിഷൻ എടുത്തിട്ട് മുന്നോട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് വരും. PNC-MAKയിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ PNC-MAKയുടെ ആപ്ലിക്കേഷൻ മൊത്തം ക്യാൻസൽ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ മുന്നോട്ട് പങ്കെടുക്കണം എന്ന ആഗ്രഹമുള്ള കുട്ടികൾ, അതായത് ഇപ്പോൾ അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികളുടെ കാര്യമല്ല, കിട്ടിയ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. കിട്ടിയ കുട്ടികൾ ടോക്കൺ ഫീ അടച്ചിട്ട് നെക്സ്റ്റ് അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയ അലോട്ട്മെന്റ് സീറ്റ് നിങ്ങൾക്ക് തിരികെ കിട്ടില്ല എന്നത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. കുട്ടികളും ചോദിക്കുന്നുണ്ട്, ടോക്കൺ ഫീസ് അടയ്ക്കാതെ അടുത്ത അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾക്ക് ടോക്കൺ ഫീ അടച്ചാൽ മാത്രമേ മുന്നോട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി ഇതുവരെയും അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾക്ക് ടോക്കൺ ഫീയോ കാര്യങ്ങളോ നിങ്ങളൊന്നും അടയ്ക്കേണ്ട. നിങ്ങൾ അടുത്ത അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുക. അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത് ചാൻസ് പ്രഡിക്ഷൻ വീഡിയോ കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ മാർക്കും റാങ്കും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം PNC-MAKയിൽ വെയിറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾ അടയ്ക്കേണ്ട ടോക്കൺ ഫീ എന്ന് പറയുന്നത് 10,000 rupees ആണ്. ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അടയ്ക്കാം. ഏതൊക്കെ രീതിയിൽ അടയ്ക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ പ്രോസ്പെക്ടസിലുമുണ്ട്. പ്രോസ്പെക്ടസ് മുഴുവനായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത ഒരു ചോദ്യമാണ്, LBSൽ ഓൾറെഡി അഡ്മിഷൻ എടുത്തു, PNC-MAKയിൽ അലോട്ട്മെന്റ് കിട്ടുകയും ചെയ്തു, ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആക്കാൻ പറ്റുമോ? ഇത് നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോസിൽ പറഞ്ഞ കാര്യമാണ്. LBSൽ ഓൾറെഡി അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക്, പ്രത്യേകിച്ച് സെൽഫ് ഫിനാൻസിങ് കോളേജസിലാണ് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കോളേജിന്റെ ഡിസിഷനാണ്. നിങ്ങൾക്ക് പെനാൽറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. ചില കോളേജസ് നിങ്ങൾക്ക് അവിടെ നിന്നും നിങ്ങളുടെ ഡോക്യുമെന്റ്സ് തിരിച്ചു തരില്ല. അതുപോലെ നിങ്ങൾ അവിടെ നിന്ന് മാറണം എന്നുണ്ടെങ്കിൽ 4 വർഷത്തെ ഫീസ് നിങ്ങൾ അങ്ങോട്ടേക്ക് കൊടുക്കണം. അങ്ങനെ ഒരു കുട്ടിയും എന്തായാലും മാറി PNC-MAKയിൽ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഒരു പെനാൽറ്റി വരുന്നത് കാരണം തന്നെ പല കുട്ടികളും LBSൽ തന്നെ സ്റ്റക്ക് ആവാനുള്ള ചാൻസുകളുമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി അടുത്ത അലോട്ട്മെന്റിൽ ആർക്കൊക്കെ കിട്ടുമെന്നതാണ് പലരുടെയും ഡൗട്ട്. നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, LBSൽ ഓൾറെഡി അഡ്മിഷൻ എടുത്ത കുട്ടികളും PNC-MAKയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം PNC-MAKയിൽ ഹൈ റാങ്ക് ഉള്ള കുട്ടികൾക്കും ഹൈ മാർക്കുള്ള കുട്ടികൾക്കും ഇവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ LBSൽ നിന്നും ഇവർക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആകാൻ പറ്റാത്ത റീസൺ കാരണം പല കുട്ടികൾക്കും അഡ്മിഷൻ എടുക്കാൻ വരാതെ വരികയും അതുപോലെ ആ ഒരു വാക്കൻസി വരികയും അത് നെക്സ്റ്റ് അലോട്ട്മെന്റിലുള്ള കുട്ടികൾക്ക് കിട്ടുകയും ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെയാണ് വാക്കൻസി സീറ്റ് ഫില്ല് ചെയ്യുന്നത് വരെയും അലോട്ട്മെന്റ് നടക്കും. നമുക്കിപ്പോൾ 3rd അലോട്ട്മെന്റ് വരെയുള്ള ഡേറ്റ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് PNC-MAKയിൽ വേക്കൻസി വരുവാണ് എന്നുണ്ടെങ്കിൽ മുന്നോട്ട് അലോട്ട്മെന്റ് നടക്കുന്നതായിരിക്കും. സ്പോട്ട് അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും. അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ PNC-MAKയുടെ സൈറ്റിൽ വരും. അതുപോലെ ഈ അലോട്ട്മെന്റ് നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് PNC-MAKയുടെ സൈറ്റിൽ കയറിയതിനു ശേഷം ലോഗിൻ ഓപ്ഷനിൽ നിങ്ങളുടെ ID-യും പാസ്വേഡും കൊടുത്ത് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.